Hello guys and welcome to Careertalks. അപ്പോൾ ഇന്നത്തെ Careertalk നമ്മോടൊപ്പം ഉള്ളത് നിബിൻ ആണ്. നിബിൻ, വെൽക്കം ടു Careertalks with Avodha. Hi, welcome. Thank you. ഓക്കെ, നിബിൻ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ, എന്താ ഡിജിറ്റൽ അതെ. മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഓൾറെഡി ഇപ്പൊ എല്ലായിടത്തും ഡിജിറ്റൽ വേൾഡ് ആണല്ലോ ഇപ്പൊ. Yeah. കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അങ്ങനെ ഡിജിറ്റൽ പിന്നെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഇഷ്ടമാണ് പഠിക്കാൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞ എങ്ങനെയാ? അവോധനെ പറ്റി അറിഞ്ഞത് ഞാൻ യൂട്യൂബിൽ ആഡ് കണ്ടു, അങ്ങനെയാണ് പിന്നെ അവോധയിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കാര്യങ്ങളെല്ലാം. അവോധ എന്താണ്, എങ്ങനെയാണ് പേയ്മെന്റ്, എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയർ മൊത്തം പറഞ്ഞു തന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ അവോധയിൽ വരുന്നതിന് മുമ്പ് നേരത്തെ എന്താ നിബിൻ പഠിച്ചിരുന്നേ? ഞാൻ ഡിപ്ലോമ ആയിരുന്നു. ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു പഠിച്ചത്, പെരുമ്പാവൂർ. സോ അപ്പോ ആ ഒരു കരിയറിൽ നിന്നും ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഒരു കരിയറിലേക്ക് വന്നപ്പോഴത്തേക്ക് ക്ലാസ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം എല്ലാം തോന്നിയിരുന്നോ? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവോധയുടെ? ഇല്ല, ക്ലാസ് ഒക്കെ നല്ല ബെറ്റർ ആയിരുന്നു. മലയാളത്തിലായിരുന്നു കോഴ്സ്, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരുന്നു. പിന്നെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്യാനായിട്ട്. അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവായിരുന്നു. ഉണ്ടായിരുന്നു. അതെ, ബേസിക് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ തന്നെ ചെയ്തു നോക്കി. അങ്ങനെ നിബിൻ എത്ര ടൈം കൊണ്ടാണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ 3 months എടുത്തോളൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കറക്റ്റ് 3 months എടുത്തോളൂ? അതെ അതെ. വെരി ഗുഡ്. സോ അപ്പോ കറന്റ് ഇപ്പൊ നിബിൻ എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എറണാകുളത്ത് ബേസ്ഡ് കമ്പനിയിൽ. വർക്ക് ഫ്രം ഹോം ആണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്നലെ ജോയിൻ ചെയ്തായിരുന്നു. അതെ അതെ, ഇന്നലെ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്തു തുടങ്ങി. ഇനിഷ്യൽ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നില്ലേ? അതെ, സപ്പോർട്ടീവ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരൊക്കെ ക്ലിയർ ചെയ്തു തരും. കുഴപ്പമില്ല, യൂസ്ഫുൾ ആണ്. കമ്പനിയുടെ പേരെന്തായിരുന്നു? കമ്പനിയുടെ പേര് ഇന്റർകോം ഡിജിറ്റൽ ഹബ്. സോ അപ്പോ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തായാലും നിബിൻ 2018 ഒരു ഫീസ് സ്ട്രക്ചർ കേട്ടാണ്. അപ്പോ ഈ 2800 രൂപ കൊടുത്ത് ഇതേപോലൊരു കോഴ്സ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടും എന്നൊക്കെ ആദ്യം ഒരു ഡൗട്ട് തോന്നിയിരുന്നു. ഡൗട്ട് തോന്നിയിരുന്നു, കാരണം ഫീസ് വളരെ കുറവാണല്ലോ. ഓൾറെഡി ഈ കോഴ്സിന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 20,000 25,000 പുറത്ത് വാങ്ങുന്നുണ്ട് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ട്. ഓൺലൈൻ അല്ലാണ്ട് 5,000 2,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവരൊന്നും ജോബ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും ചാൻസ് കുറവാണ് ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ചാലും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അവോധ ബെറ്റർ ചാൻസ് ആണ്, നല്ലൊരു ഓപ്ഷൻ ആണ് അവോധ. ലോ കോസ്റ്റ് പഠിച്ച് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് കയറാനായിട്ട്. സോ അപ്പോ നിബിൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നിബിന്റെ ഫ്രണ്ട്സിനും കൊളീഗ്സിനൊക്കെ അവോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അതെ അതെ, അവോധ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ, താങ്ക് യു നിബിൻ, ടൈം നോക്കിയിട്ട് സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. All the very best for your future and thank you for joining in Career Talks. Thank you.